പെർസിസ്റ്റന്റ് ഹൈപ്പർഗ്ലൈസീമിയ, അതായത് ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് നിൽക്കും. അതിന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്താ വരുന്നത്? ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതിൽ എ ചെയിനും വരുന്നുണ്ട്, ബി ചെയിനും വരുന്നുണ്ട്. റിസപ്റ്റർ, അതായത് ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റ് പ്രോട്ടീനിനെ. ഹായ്, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേ കുറച്ച് ഡ്രഗ്സിന്റെ ഫാർമക്കോളജി നോക്കിയായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഇൻസുലിനെ കുറിച്ച് നോക്കാം. ഇൻസുലിൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. അപ്പൊ നമുക്ക് ഇൻസുലിനെ കുറിച്ചൊന്ന് ഒരു 5 മിനിറ്റ്സിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഇൻസുലിൻ എന്താ നോക്കുന്നതിന് നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് എന്താ നോക്കാം. ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? അതൊരു ക്രോണിക് മെറ്റബോളിക് ഡിസോർഡർ ആണ്. ദാറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെർസിസ്റ്റന്റ് ഹൈപ്പർഗ്ലൈസീമിയ, അതായത് ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് നിൽക്കും. ഇത് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഇത് വരുന്നത് ഒന്നെങ്കിൽ ഡിഫക്റ്റ് ഇൻ ഇൻസുലിൻ സെക്രീഷൻ, അല്ലെങ്കിൽ ഇൻസുലിൻ ആക്ഷൻ, അല്ലെങ്കിൽ ഇത് രണ്ടും കൊണ്ടും വരാം. അപ്പൊ എന്താ, നമ്മുടെ ഇൻസുലിൻ സെക്രീഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ ഇൻസുലിന്റെ ആക്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ ഇത് രണ്ടും കാരണം നമുക്ക് എന്ത് വരാം? ഡയബറ്റിസ് മെലിറ്റസ് വരാം. ഇത് 2 തരത്തിൽ വരുന്നുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ ആണ്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആണ് അവിടെ വരുന്നത്. യങ്ങർ ഏജിലായിരിക്കും ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിക് കീറ്റോസിഡോസിസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഏതാണ്? ഇൻസുലിൻ ആണ് നമ്മൾ എന്തിൽ വരുന്നത്? ടൈപ്പ് 1 ഡയബറ്റിസിലെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് വരുന്നത്. പിന്നെ വരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. അതെന്ന് പറയുന്നത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ റിലേറ്റീവ് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോഴാണ് എന്ത് വരുന്നത്? ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് ഇസ് യൂഷ്വലി ഒക്കറിങ് ഇൻ അഡൾട്ട് അല്ലെങ്കിൽ ഒബീസ്. അഡൾട്ട്, പ്രായമായവർക്കും വണ്ണം കൂടുതലുള്ളവർക്കും ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കൊക്കെയാണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് വരാൻ ചാൻസ് ഉള്ളത്. അതിന് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്താ വരുന്നത്? ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഓറൽ ആന്റി ഡയബറ്റിക് ഡ്രഗ്സ് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസുലിൻ. ഇത് ഇത്രയാണ് നമ്മൾ എന്തിൽ വരുന്നത്? ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിൽ വരുന്നത്. ഇനി അടുത്ത ഇൻസുലിൻ, നമ്മുടെ മെയിൻ നോക്കാൻ പോകുന്നത്. അതായത് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഇറ്റ് ഇസ് എ പെപ്റ്റൈഡ് ഹോർമോൺ ദാറ്റ് ഇസ് സെക്രീറ്റഡ് ബൈ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽ. പാൻക്രിയാറ്റിക് ബീറ്റാ സെൽ ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതെന്താ, നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. അതുപോലെ തന്നെ ടൈപ്പ് 2 നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇൻസുലിൻ ഡിസ്കവർ ചെയ്തത് ആരാണ്? ഫെഡറിക് ബാന്റിങ് ആൻഡ് ചാൾസ് ബെസ്റ്റ് ഇൻ 1921 ഇൻസുലിൻ ഡിസ്കവർ ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞ ഇൻസുലിൻ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ബീറ്റ സെൽസ് ഓഫ് പാൻക്രിയാസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ പാൻക്രിയാസിസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് വരുന്നുണ്ട്. അത് ഓരോ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബീറ്റ സെല്ലാണെങ്കിൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നു, ആൽഫ സെല്ലാണെങ്കിൽ ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യുന്നു, ഡെൽറ്റ സെല്ലാണെങ്കിൽ എന്താ, സൊമാറ്റോസ്റ്റാറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എഫ് സെൽ ആണെങ്കിൽ പോളി പെപ്റ്റൈഡ് സെക്രീറ്റ് ചെയ്യുന്നു. ഇത് ഓരോന്നിനും ഓരോ ആക്ഷൻ ആണ് ഉള്ളത്. അതായത് നമുക്ക് ഇൻസുലിൻ വരുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്, ഗ്ലൂക്കോഗോൺ വന്നിട്ട് കൂട്ടുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൊമാറ്റോസ്റ്റാറ്റിന് ഒരു ഇൻഹിബിറ്ററി എഫക്റ്റ് കൊടുക്കും. അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ പറഞ്ഞ പെപ്റ്റൈഡ്, പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് വരുന്നത് റെഗുലേറ്ററി ഫംഗ്ഷൻ ആണ് വരുന്നത്. ഇത്രയാണ് നമ്മൾ സെൽസ്, എന്താ പാൻക്രിയാസിലെ സെൽസിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇൻസുലിൻ്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. അപ്പോൾ ഇൻസുലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 51 അമിനോ ആസിഡ് വരുന്ന ഒരു ചെയിൻ ആണ്. ഇറ്റ്സ് 51 അമിനോ ആസിഡ് ചെയിൻ ആണ്. അതിൽ എ ചെയിനും വരുന്നുണ്ട്, ബി ചെയിനും വരുന്നുണ്ട്. ഇതിൽ കാണാം, എ ചെയിനും വരുന്നുണ്ട്, ബി ചെയിനും വരുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ബോണ്ട് ചെയ്തേക്കുന്നത് എന്താണ്? 2 സൾഫൈഡ്, ഡൈസൾഫൈഡ് ബോണ്ടാണ് ഇത് രണ്ടും ബോണ്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിന്റെ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, പ്രോ ഇൻസുലിനെ നമ്മൾ എന്ത് ചെയ്യിക്കും? പ്രീ പ്രോ ഇൻസുലിൻ നമ്മൾ പ്രോ ഇൻസുലിൻ ആവും. അതായത് പ്രീ പ്രോ ഇൻസുലിൻ വന്നിട്ട്, പ്രീ പ്രോ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ 110 അമിനോ ആസിഡ് വരുന്നതാണ്. അതിന് നമ്മൾ പ്രോ ഇൻസുലിൻ ആവും. അത് എന്നിട്ട് പ്രോട്ടിയോലൈസിസ് ചെയ്തിട്ട് ഇൻസുലിൻ പ്ലസ് സി പെപ്റ്റൈഡ് ആയിട്ട് മാറും. ഇൻസുലിനും സി പെപ്റ്റൈഡുമായിട്ട് മാറും. എന്നിട്ട് ഇത് നമ്മുടെ ബ്ലഡിലോട്ട് സെക്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇൻസുലിൻ സെക്രീഷൻ വരുന്നത്. ആൻഡ് മെയിൻലി എവിടെ നിന്നാണ് വരുന്നത്? പാൻക്രിയാറ്റിക് ബീറ്റ സെൽ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ നിന്നാണ് എന്ത് സെക്രീറ്റ് ആവുന്നത്? ഇൻസുലിൻ സെക്രീറ്റ് ആവുന്നത്.
അപ്പൊ നമുക്ക് ഇനി ഇൻസുലിൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ബോഡിയിൽ. ഇപ്പൊ എന്താ പറയാ, ഒരു ലോ ഇൻസുലിൻ ബോഡിയിൽ വരുവാണ്, അതിപ്പോ നമ്മളൊരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് ആവുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബ്ലഡിൽ ഭയങ്കര കുറവായിരിക്കും ഗ്ലൂക്കോസ്. അപ്പൊ അതെന്ത് ചെയ്യും, ലിപ്പോലൈസിസിനെ പ്രൊമോട്ട് ചെയ്യും. അതായത് ട്രൈഗ്ലിസറൈഡ്സിനെ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ എന്താ ഗ്ലിസറോളും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ലോ ഗ്ലൂക്കോസ് വരുന്ന സമയത്ത് നമ്മുടെ പാൻക്രിയാസ് എന്ത് ചെയ്യും, ആൽഫ സെല്ലിൽ നിന്ന് ഗ്ലൂക്കഗോണിനെ റിലീസ് ചെയ്യും. ഈ ഗ്ലൂക്കഗോൺ എന്തിന് ഹെൽപ്പ് ചെയ്യും, പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കാനായിട്ട്. ദാറ്റ് ഈസ് ഗ്ലൂക്കോ നിയോ ജെനസിസിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്ലൈക്കോജിനോലൈസിസിനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ബ്ലഡ് ഷുഗർ കുറയുമ്പോഴത്തേക്ക് പാൻക്രിയാസ് അത് സെൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് ബോഡിയിൽ കൂടാൻ വേണ്ടി ഗ്ലൂക്കഗോണിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഗ്ലൂക്കോനിയോജെൻസ് അതായത് പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഗ്ലൈക്കോജിനോലൈസിസ് അതായത് നമുക്കുള്ള ഗ്ലൈക്കോജനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് റിലീസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയിൽ നോർമൽ ഗ്ലൂക്കോസ് ലെവല് തിരിച്ചു വരും. ഇനി അടുത്ത് നമുക്ക് ഹൈ ഗ്ലൂക്കോസ് വരുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ ഫെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ കൂടുതലാകുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് പാൻക്രിയാസിൽ വന്നിട്ട് ഇൻസുലിനെ റിലീസ് ചെയ്യും. ഇതെന്താ, ഇത് വന്നിട്ട് ബീറ്റ സെൽസിൽ വന്നിട്ട് നമ്മുടെ ഇൻസുലിനെ റിലീസ് ചെയ്യും. അപ്പൊ ഇത് ഇൻസുലിൻ എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിലുള്ള ഹൈ ഗ്ലൂക്കോസിനെ സെൻസ് ചെയ്തിട്ട് മസിൽസിലോട്ടൊക്കെ റീ അപ്ടേക്ക് അതായത് സെൽസിലോട്ട് റീ അപ്ടേക്കിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഗ്ലൂക്കോസ് നോർമൽ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ രണ്ട് സ്റ്റേറ്റിൽ ത്രൂ രണ്ട് ആക്ഷനാണ് വരുന്നത്. അതായത് കൂടുമ്പോൾ ഒരു ആക്ഷൻ, കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഇൻസുലിൻ വന്നിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ ബ്ലഡിൽ ഷുഗർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഗ്ലൂക്കോഗോൺ വന്ന് ആക്ട് ആവും. അങ്ങനെയാണ് നമുക്ക് ഇൻസുലിൻ റെഗുലേഷൻ വരുന്നത് ഇവിടെ. ഇനി നമുക്ക് ഇൻസുലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. അതായത് ഇൻസുലിൻ റിസപ്റ്റർ, അതായത് റിസപ്റ്റർ തൈറോസിൻ കൈനേസിനകത്ത് ആൽഫ 2 ബീറ്റ 2 അതായത് ടെട്രാമെറിക് ആയിട്ടുള്ള ഒരു റിസപ്റ്ററാണ്. നമുക്ക് ആൽഫ 2 ബീറ്റ 2 വരുന്നുണ്ട്. അതായത് ആൽഫയിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇൻസുലിൻ ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഇവിടെ തൈറോസിൻ കൈനേസ് ആക്ടിവിറ്റിയാണ് ബീറ്റ 2വിനുള്ളത്. അങ്ങനെ അവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ഓട്ടോ ഫോസ്ഫോറിലേഷൻ വരും. ഓട്ടോ ഫോസ്ഫോറിലേഷൻ വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ റിസപ്റ്റർ അതായത് ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റ് പ്രോട്ടീനിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അതായത് നമുക്ക് ഈ റിസപ്റ്ററിൽ ഒരു ഓട്ടോ ഫോസ്ഫോറിലേഷൻ വന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യും, ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റിനെ ഇത് വന്നിട്ട് ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് PI3Kനെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും. PI3K പാത്വേ അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെ ആ PI3K പാത്വേ എന്ത് ചെയ്യും, സിഗ്നലിംഗ് കാസ്കേഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് PI3K വന്നിട്ട് PIP3 ഫോം ചെയ്യും. ഇത് വന്നിട്ട് നമുക്ക് പ്രോട്ടീൻ കൈനേസ് ബി അല്ലെങ്കിൽ AKT ആക്ടിവേറ്റ് ആകും. അതായത് PIP3 ഫോർമേഷൻ വന്നിട്ട് അത് AKTനെ ആക്ടിവേറ്റ് ആക്കും. ഈ AKT എന്താ ചെയ്യുക, നമ്മുടെ GLUT4 അതായത് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ മെംബ്രെയിനിലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് ഗ്ലൂക്കോസ് എൻട്രി പെർമിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇൻസുലിൻ വന്നിട്ട് നമ്മുടെ ഈ ആൽഫ 2 ബീറ്റ 2 റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ തൈറോസിൻ കൈനേസ് ആക്ടിവിറ്റി വന്ന് ഒരു ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുവാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഇൻസുലിൻ റിസപ്റ്റർ സബ്സ്ട്രേറ്റിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് ഒരു സിഗ്നലിംഗ് കാസ്കേഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് PI3K പാത്വേ സ്റ്റാർട്ട് ആവും. അത് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ PIP3 ഫോം ചെയ്യും. അത് നമുക്ക് AKT ആക്ടിവേഷൻ നടത്തിയിട്ട് ഈ AKT വന്നിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ടൈപ്പ് 4നെ മെംബ്രെയിനിലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് അപ്ടേക്കിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻസുലിൻ്റെ മെക്കാനിസം നടക്കുന്നത്. അതായത് ഇൻസുലിൻ വരുന്നു, നമ്മുടെ ആൽഫ 2 ബീറ്റ 2 സ്ട്രക്ചറിൽ ബൈൻഡ് ചെയ്യുന്നു, അവിടെ റിസപ്റ്റർ ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു, നമ്മുടെ IRS വന്നിട്ട് ഫോസ്ഫോറിലേറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, PI3K
പാത്വേ ആക്റ്റീവ് ആണ്, ദാറ്റ് ഇസ് മെറ്റബോളിക് ഇഫക്റ്റ് വരുന്നു. അത് വന്നിട്ട് PI-P3 ഫോർമേഷൻ വരുവാണ്. അത് എന്നിട്ട് എന്താ നമ്മുടെ AKTനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ടൈപ്പ് 4 നമ്മൾ എന്ത് ചെയ്യും, സെൽ മെംബ്രെയിനിലോട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്തിട്ട് ഇത്രയും എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ പറയില്ലേ ഗ്ലൂക്കോസ് അപ്ടേക്കിനെ ഹെൽപ്പ് ചെയ്യും, അതായത് ഗ്ലൂക്കോസ് അപ്ടേക്ക് ഇൻക്രീസ് ചെയ്യും, ഗ്ലൂക്കോസിന്റെ സിന്തസിസിന് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ലിപ്പോജെനസിസിനെ ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻക്രീസ് ചെയ്യും. അതേ സമയത്ത് എന്ത് ചെയ്യും, ഗ്ലൂക്കോനിയോജെനസിസും ലിപ്പോലൈസിസും ഒക്കെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ കൂടാനും ഹെൽപ്പ് ചെയ്യും, ആ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഇൻസുലിൻ വന്നിട്ട് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് അപ്ടേക്കിനെ കൂട്ടും, ഗ്ലൈക്കോജൻ സിന്തസിസ് ഉണ്ടാക്കും, ലിപ്പോജെനസിസ് ഉണ്ടാക്കും, പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാക്കും. അതേ സമയത്ത് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ദാറ്റ് ഇസ് ഗ്ലൂക്കോനിയോജെനസിസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇൻസുലിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആക്ഷൻസ് ഓഫ് ഇൻസുലിൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓരോന്നിലും എങ്ങനെയാണ് ഇൻസുലിൻ ആക്ട് ചെയ്യുന്നത്. ലിവറിൽ എന്താ ചെയ്യുന്നത്, ലിവറിൽ വന്നിട്ട് ഗ്ലൂക്കോസ് അപ്ടേക്കും ഹെൽപ്പ് ചെയ്യും, ഗ്ലൈക്കജൻ സിന്തസിസ് ഹെൽപ്പ് ചെയ്യും. അതേ സമയത്ത് എന്ത് ചെയ്യും, ഗ്ലൈക്കോജീനോലൈസിസ് കുറയ്ക്കും, ഗ്ലൂക്കോനിയോജെനസിസ് കുറയ്ക്കും, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഔട്ട്പുട്ടും കുറയ്ക്കും. അതായത് നമ്മുടെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യും, അതുപോലെ തന്നെ പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതും കുറയ്ക്കും. എന്താണ് ഇൻസുലിൻ വന്നിട്ട് ലിവറിൽ ആക്ഷൻ. ഇനി അതേ സമയത്ത് മസിലിൽ എന്താ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ് അപ്ടേക്കും യൂട്ടിലൈസേഷനും കൂട്ടും, ഗ്ലൈക്കോജൻ സിന്തസിസ് എന്ത് ചെയ്യും, കൂട്ടും, അതുപോലെ തന്നെ പ്രോട്ടിയോലൈസിസ് അതായത് അമിനോ ആസിഡ് റിലീസിന് എന്ത് ചെയ്യും, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാണ് ഇവിടെ വേണ്ടത്. പിന്നെ അഡിപ്പോസ് ടിഷ്യൂല് ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂട്ടും, ഫാറ്റ് സ്റ്റോറേജ് അതായത് ലിപ്പോജെനസിസ് കൂട്ടിയിട്ട് ലിപ്പോലൈസിസിനെ കുറയ്ക്കും, അതായത് നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളിന്റെ റിലീസ് കുറയ്ക്കും. ഇതാണ് മെയിൻ ആക്ഷൻ ഓഫ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇൻസുലിൻ നോക്കാം. എത്ര ടൈപ്പ് ഉണ്ട്, റാപ്പിഡ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്, ഇന്റർമീഡിയറ്റ് ആക്ടിങ്, അൾട്രാ ലോങ് ആക്ടിങ്. അതായത് റാപ്പിഡ് ആക്ടിംഗിൽ എക്സാമ്പിൾ ലിസ്പ്രോ, ആസ്പാർട്ട്, ഗ്ലൂലിസിൻ ആണ്. റെഗുലർ ഇൻസുലിൻ ആണ് ഷോർട്ട് ആക്ടിങ്ങിൽ വരുന്നത്. ഇന്റർമീഡിയറ്റ് എന്താണ്, ന്യൂട്രൽ, പ്രോട്ടമീൻ, ഹാഗഡ്രോൺ ആണ് ഇന്റർമീഡിയറ്റ് വരുന്നത്. ലോങ് ആക്ടിംഗ് എന്ന് പറയുന്നത് ഗ്ലാജീനും ഡിറ്റമിറും ആണ്. അതുപോലെ തന്നെ അൾട്രാ ലോങ് എന്ന് പറയുന്നത് ഡെഗ്ല്യൂടെക് ആണ്. പിന്നെ ഇതിന്റെ ഓരോന്നിന്റെയും ഓൺസെറ്റും പീക്കും ഡ്യൂറേഷനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഇൻസുലിൻ എടുക്കുന്നത്. അതായത് റാപ്പിഡ് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു പീക്ക് ഇഫക്റ്റ് ആയിരിക്കും റാപ്പിഡ് കാണിക്കുന്നത്. ഓരോന്നിന്റെയും ടൈം അനുസരിച്ച് ആ ഓരോ ഡ്യൂറേഷൻ മാറിക്കൊണ്ടിരിക്കും. ഷോർട്ട്, ഇന്റർമീഡിയറ്റ് വരുന്നു, അതുപോലെ തന്നെ ലോങ് ആക്ടിങ് ഡിറ്റമറും അതുപോലെ ഗ്ലാജീൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ലോങ്ങർ ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട്. അതേസമയത്ത് അൾട്രാ ലോങ് ആക്ടിംഗ് ആണ് ഡെഗ്ല്യൂടെക്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇൻസുലിൻ വരുന്നത്. ഇനി നമുക്ക് ഈ ഇൻസുലിൻ എടുക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, ദാറ്റ് ഇസ് ADR. ADR എന്തൊക്കെയാണ്, മെയിൻ ആയിട്ട് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഇൻസുലിൻ എടുക്കുമ്പോൾ ഷുഗർ ഭയങ്കരമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് എക്സസ് ഇൻസുലിൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കുറയും. അതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്വെറ്റിംഗ്, ട്രെമർ, കൺഫ്യൂഷൻസ്, സീഷേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെയിറ്റ് ഗെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു അനബോളിക് റിയാക്ഷൻ വന്നിട്ട് നമുക്ക് ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടായിട്ട് എന്ത് ചെയ്യാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ സൈഡിൽ ഇറിറ്റേഷൻ, നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നിടത്ത് ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് റെഡ്നെസ്, പെയിന്, സ്വെല്ലിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് ലിപ്പോഡിസ്ട്രോഫി, അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ, അതായത് ഇഞ്ചക്ഷൻ സൈറ്റ് മാറാതെ ഒരേ ഇടത്ത് തന്നെ നമ്മൾ ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുവാണെങ്കിൽ എന്താ, ലിപ്പോ അട്രോഫി അല്ലെങ്കിൽ ലിപ്പോ ഹൈപ്പർട്രോഫി വന്നിട്ട് ലിപ്പോ ഡിസ്ട്രോഫി ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ റെയർ ആയിട്ട് അലർജീസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താ, ഇൻസുലിൻ എഡിമ വരാൻ ചാൻസ് ഉണ്ട്, ഹൈപ്പോകലീമിയ, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതൊക്കെയാണ് പിന്നെ കാണുന്ന ADR. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി, ഡയബറ്റിസ് മെലിറ്റസ് നോക്കി. ആ ഡയബറ്റിസ് മെലിറ്റസിനകത്ത് വരുന്ന ഇതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൽ വരുന്നതാണ് എന്ത്, ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇൻസുലിൻ്റെ സ്ട്രക്ചർ നോക്കി, A ചെയിനും B ചെയിനും C പെപ്റ്റൈഡും വരുന്നത്. അതിന്റെ പ്രോട്ടിയോലൈസിസ് വന്നിട്ടാണ് C പെപ്റ്റൈഡും ഇൻസുലിനുമായിട്ട് മാറുന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്താ നമ്മൾ നോക്കി, എങ്ങനെയാണ് റെഗുലേഷൻ നടക്കുന്നത്, അതായത് ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് വരുന്നത്, എന്താ നമ്മുടെ ഗ്ലൂക്കോഗോൺ ആക്ട് ആവും. അതുപോലെ തന്നെ ഫെഡ് സ്റ്റേറ്റ്, അതായത് നമ്മൾ കഴിച്ചിട്ടുള്ള സമയത്ത് എന്താ, ഇൻസുലിൻ ആണ് റിലീസായിട്ട് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മെക്കാനിസം, അതായത് നമ്മുടെ റിസപ്റ്റർ
റിസപ്റ്ററിൽ ഇൻസുലിൻ വന്ന് ബൈൻഡ് ചെയ്ത് ഫോസ്ഫോറിലേഷൻ എല്ലാം കഴിഞ്ഞ് സിഗ്നലിംഗ് പാത്വേ, അതായത് സിഗ്നലിംഗ് കാസ്കേഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ വന്നിട്ട് മെംബ്രെയിനിലോട്ട് ട്രാൻസ്ലോക്കേറ്റ് ചെയ്ത് നമുക്ക് എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കോസ് അപ്ടേക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഗ്ലൂക്കോനിയോജെനസിസ് പ്രിവെന്റ് ചെയ്യുന്നു, മാക്സിമം നമ്മുടെ ഗ്ലൂക്കോസ് എന്താ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻസുലിൻ നോക്കി, അതായത് റാപ്പിഡ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്, റെഗുലർ, അതായത് ഇന്റർമീഡിയറ്റ് ആക്ടിങ്, പിന്നെ എന്താ അൾട്രാ ലോങ് ആക്ടിങ്ങും ലോങ് ആക്ടിങ് ഇൻസുലിനും നോക്കി. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയത് അഡ്വേഴ്സ് റിയാക്ഷൻസ് ആണ്. മെയിൻ ആയിട്ട് വരുന്ന എന്താണ്, ഹൈപ്പോഗ്ലൈസീമിയ, പിന്നെ വെയിറ്റ് ഗെയിൻ വരാൻ ചാൻസ് ഉണ്ട്, ഇഞ്ചക്ഷന്റെ സൈറ്റിലുള്ള ഇറിറ്റേഷൻസ്, പിന്നെ ലിപ്പോഡിസ്ട്രോഫി ഒക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ADR. അപ്പം ഇത്രയാണ് നമ്മൾ ഇൻസുലിനെ കുറിച്ചൊരു ക്വിക്ക് നമ്മൾ ഫാർമക്കോളജി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയത്. അപ്പം ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു ഡ്രഗുമായിട്ട് കാണാം. സോ ബൈ.